السلام عليكم ورحمة الله وبركاته. مختصر 47. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه. وأصل الخطاب أن يكون لمعين، وقد يترك إلى غيره ليعم كل مخاطب. وأصل الخطاب ഖിത്താബിന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ മുഖാത്തബിന്റെ ദമീറിന്റെ ഉപയോഗിക്കേണ്ടത് അൻ യകൂന ലിമുഅയ്യനിൻ, അത് ആ ഖിത്താബ് ഒരു മുഅയ്യനിൽ ആവലാണ്. അതിന്റെ അസ്ല് അതാണ്, മുഅയ്യനിൽ ആവാം. അപ്പോൾ ഫഅൽത എന്ന് പറഞ്ഞാൽ ആ നീ ചെയ്തു എന്ന് പറഞ്ഞ നീ ഒരു മുഅയ്യനായ ശഖ്സാണ്. അവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത്. അതിന്റെ അസ്ല് അതാണ് നിർബന്ധമായതും. ഫഅൽതുമാ, രണ്ട് മുഅയ്യനായ ശഖ്സുകൾ. ഫഅൽതും, നിങ്ങൾ പ്രവർത്തിച്ചു. മൂന്നോ മൂന്നിൽ അധികമോ മുഅയ്യനായ ശഖ്സുകൾ, അല്ലെങ്കിൽ എല്ലാവരും. ഇങ്ങനെ ഒരു മുഅയ്യനിൽ ആവലാണ് ഖിത്താബിന്റെ അസ്ല്. മുഖാത്തബായ ദമീറിനെ ഉപയോഗിക്കേണ്ട അസ്ല് എന്താണ്? ഒരു മുഅയ്യനിലാണ്. അത് വാഹിദൻ കാന ഔ കസീറൻ, ചില നുസ്ഖയിൽ ഔ അക്സറ എന്നുണ്ട്. ആ മുഅയ്യന് വാഹിദാവട്ടെ, ഒന്നാവട്ടെ, ഔ കസീറൻ, അല്ലെങ്കിൽ ഒന്നിലധികമാവട്ടെ. അപ്പോൾ തസ്നിയ ജമ്മും എല്ലാം പെടും. കാരണം അന്ന വൽഅൽ മആരിഫി, മഅരിഫകളുടെ നിയമനം അലാ അൻ തുസ്തഅമല, ആ മഅരിഫകളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ലിമുഅയ്യനിൻ, ഒരു മുഅയ്യനിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്നാലേ അത് മഅരിഫയാവുകയുള്ളൂ. അത് അലമ് വലയിൽ തന്നെ എന്താണ് മുഅയ്യനായി, അലമല്ലാത്തത് ഇസ്തിഇമാലിലും എന്താണ് മുഅയ്യനാണ്. ഇസ്മു യുഅയ്യിനുൽ മുസമ്മാ മുത്ലഖ അലമുഹു കജഅഫരിൻ വഖർദിക, നിരുപാധികം ഒരു കൈദില്ലാതെ തഈനാക്കും എന്ത്? അലമ് മുസമ്മാനെ. മറ്റുള്ളവ ഒരു കൈതോടുകൂടെയായിരിക്കും എന്ന് മാത്രം. ഓരോ കൈതുകൾ ഉണ്ടാവും. അപ്പോൾ ദമീറുകള് വലഇ ചെയ്തത് എല്ലാ മഅരിഫകളെയും, അതിൽ അന്ന വൽഅൽ മആരിഫി അലാ അൻ തുസ്തഅമല ലിമുഅയ്യനിൻ, അത് കുബ്റയാണ്. സുഗ്റ എന്താ? സുഗ്റ മുഖാത്തബിന്റെ ദമീർ മഅരിഫകളിൽ പെട്ടതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മഅലൂമായ കാര്യമാണത്. മുഖാത്തബിന്റെ ദമീർ മഅരിഫകളിൽ പെട്ടതാണ്. മഅരിഫകളെ നിയമിച്ചത് മുഅയ്യനിൽ പെരുമാറപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ അസ്ലുൽ ഖിത്താബി, മുഖാത്തബിന്റെ ദമീറിനെ ഉപയോഗിക്കേണ്ടത് ഒരു മുഅയ്യനിലാണ് എന്ന നമ്മുടെ വാദം അവിടെ സ്ഥാപിതായി. വാദവും ദലീലും എല്ലാം മഅലൂമാണെങ്കിലും അത് പറയാൻ കാരണം ഒക്കത് യുത്തറക്കു, ചിലപ്പോൾ ഈ അസ്ലിൽ നിന്ന് തെറ്റി അസ്ല് അല്ലാത്തതിൽ ഉപയോഗിക്കും. അത് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇവിടെ ദഅവയും വാദവും ദലീലും എല്ലാം മഅലൂമായ കാര്യമാണ് എല്ലാവർക്കും. പിന്നെ അതെന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ അസ്ലിൽ നിന്ന് തെറ്റി മറ്റൊന്നിൽ അതിനുപയോഗിക്കും, അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ മുഖാത്തബിന്റെ ദമീർ മഅരിഫകളിൽ പെട്ടതാന്ന് പറഞ്ഞാൽ എല്ലാ ദമീറും മഅരിഫകളിൽ പെട്ടതാണ്. അപ്പോൾ മുഖാത്തബിന്റെ ദമീറും മഅരിഫകളിൽ പെട്ടതാണ്. മഅരിഫകളെ വലഇ ചെയ്തത് ഒരു മുഅയ്യനിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മുഖാത്തബിന്റെ ദമീറിനെ ഉപയോഗിക്കലും ഒരു മുഅയ്യനിലാവണം. അതാണ് അസ്ലുൽ ഖിത്താബി, ഖിത്താബിന്റെ അസ്ല്. അതായത് മുഖാത്തബായ ദമീറിനെ ഉപയോഗിക്കേണ്ടത് ഒരു മുഅയ്യനിലാവലാണ്.
വാഹിദങ്കാന ആ മുഅയ്യന് വാഹിദാവട്ടെ ഔ അക്സറ, അല്ലെങ്കിൽ വാഹിദിനേക്കാൾ അക്സറാവട്ടെ. ലിഅന്നവദ് അൽ മആരിഫി, മഅരിഫകളുടെ നിയമനം അല അൻ തുസ്തഅമല ലി മുഅയ്യനിൻ, ഒരു മുഅയ്യനിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മാ അന്നൽ ഖിത്താബ ഹുവ തൗജീഹുൽ കലാമി ഇലാ ഹാദിരിൻ, ഖിത്താബ് ആവലോടുകൂടെ ഹുവ തൗജീഹുൽ കലാമി ഇലാ ഹാദിരിൻ, ആ ഖിത്താബ് കലാമിനെ ഒരു ഹാദിറിലേക്ക് തിരിക്കലാണ്. ഹാദിറാണെങ്കിലോ മുഅയ്യനുമാണ്. കാരണം മുന്നിൽ ഉള്ള ആൾക്കാണല്ലോ ഹാദിർ എന്ന് പറയുന്നത്. ഹാദിറ, ആ മുന്നിൽ ഉള്ള ആള്, മുത്തകല്ലിമിന്റെ മുന്നിലുള്ള ആളാണ് ഹാദിർ. ആ ഹാദിർ മുഅയ്യനാണ് താനും. പക്ഷേ വഖദ് യുത്റഖുൽ ഖിതാബു മഅ മുഅയ്യനിൻ, മുഅയ്യനോട് കൂടെ ഉള്ളതായ ഖിതാബിനെ തെറുക്ക് ചെയ്ത് അതിന് ഉപയോഗിക്കപ്പെടും. ഇലാ ഗൈരിഹി ഐ ഗൈരി മുഅയ്യനിൻ, മുഅയ്യന് അല്ലാത്തതിലേക്ക് അതിനെ തിരിക്കപ്പെടും. ഖിതാബിനെ തെറുക്ക് ചെയ്യപ്പെടും. എന്തിലേക്ക് തെറുക്ക് ചെയ്യപ്പെടും? ഗൈറു മുഅയ്യനിലേക്ക് തെറുക്ക് ചെയ്യപ്പെടും. അപ്പൊ മുഅയ്യന് ഒഴിവാക്കി മുഅയ്യന് അല്ലാത്തതിൽ ഉപയോഗിക്കും. ലിയഉമ്മൽ ഖിതാബ് കുല്ല മുഖാത്തബിൻ, ഖിതാബ് എല്ലാ മുഖാത്തബിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അലാ സബീലിൽ ബദലി, പകരം വരുന്ന നിലയിൽ. അതായത് എല്ലാവരെയും ഏതു നിലക്ക്, ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന നിലക്ക് എല്ലാവരെയും ഉൾപ്പെടുത്താൻ വേണ്ടി. കാരണം ഇവിടെ ഒരു മുഫ്രദ് മുദക്കറിന്റെ ലമീറാണെങ്കിൽ മുഖാത്തബ് മുഫ്രദ് മുദക്കർ തന്നെയാണ്. അപ്പൊ പിന്നെ എല്ലാ മുഖാത്തിനും ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു മുഫ്രദ് മുദക്കർ അല്ലെങ്കിൽ മറ്റൊരു മുഫ്രദ് മുദക്കർ, അതല്ലെങ്കിൽ മറ്റൊരു മുഫ്രദ് മുദക്കർ. എല്ലാവരെയും ഒന്നായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ജമ്മിന്റെ സീഗയാണ് പറയേണ്ടത്. നഹ്വു ലൗ തറാ ഇദിൽ മുജ്രിമൂന നാഖിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം എന്ന് പറഞ്ഞതുപോലെ, വലൗ തറാ, നീ കണ്ടാൽ, ഇവിടെ നീ കണ്ടാന്ന് പറഞ്ഞാൽ ഒരു നീ തന്നെ ഉള്ളൂ, അത് ഏത് നീയും ആവാം എന്നർത്ഥം. അതാണ് ബദലിന്റെ സബീലിൽ, പകരം വരുന്ന നിലയിൽ. വലോത്തറ, നീ കണ്ടാൽ, അവിടെ ഖിത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണെന്നൊരു അഭിപ്രായമുണ്ട്. ആ നിലക്ക് അത് അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ഈ ഉദാഹരണം ഈ ഗൈറു മുഅയ്യനിന് ആവുകയില്ല. ഗൈറു മുഅയ്യനിലേക്കാണ് ഖിത്താബ് എന്നിവിടെ വെച്ചാൽ ഇവിടെ മുഖാത്തബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാത്തവരാവണം. അപ്പൊ ഏതിനെയും കണ്ടാൽ ഒരു ഖാസായ ഒരു മുഖാത്തബ് ഇവിടെ ലക്ഷ്യമില്ല. ഏതിനെയും കണ്ടാൽ, ഒലൗത്തറ, നീ കണ്ടാൽ, അത് ഏത് നീ ആയാലും ശരി എന്നർത്ഥം. അപ്പോൾ അവിടെ ഒരു മുഅയ്യൻ അവിടെ ലക്ഷ്യമല്ലല്ലോ, ഏത് മുഖാത്തബും പെടും. ഒലൗത്തറ ഇതിൽ മുജ്രിമൂന നാഖിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, ലാ യുരീദു, അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, ബിഖൗലിഹി, അല്ലാഹുവിന്റെ കൗലുകൊണ്ട്, വലൗത്തറ എന്ന കൗലുകൊണ്ട് മുഖാത്തബൻ മുഅയ്യനൻ, ഒരു മുഅയ്യനായ മുഖാത്തബിനെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഖസ്ദൻ ഇലാ തഫ്ളീഇ ഹാലിൽ മുജ്രിമീന, മുജ്രിമീങ്ങളുടെ അവസ്ഥ പ്രയാസകരമാക്കലിനെ കരുതിയതിനു വേണ്ടി, അവരുടെ അവസ്ഥ ഒരു പ്രയാസകരമായതുകൊണ്ട് ഏത് നീ കണ്ടാലും അവരുടെ അവസ്ഥ ഇതാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ കണ്ടാൽ അത് ഭയങ്കരമാണ് എന്നല്ല, ആര് കണ്ടാലും അവരുടെ അവസ്ഥ ഭയങ്കരമാണ് എന്നർത്ഥം എന്നാണ് ഇവിടെ ലക്ഷ്യമുള്ളത്. ആര് കണ്ടാലും അവരുടെ അവസ്ഥ ഒരു പ്രയാസകരമായ കാര്യമാണ്. ഏതെങ്കിലും ഒരാൾ കണ്ടതുകൊണ്ട് പ്രയാസകരമായതുകൊണ്ട് അവരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ പ്രയാസകരമായിക്കൊള്ളണമെന്നില്ല. ആര് കണ്ടാലും അവരുടെ അവസ്ഥ പ്രയാസകരമായതാണ്. ഇവിടെ ഒലവുത്തറ എന്ന് പറഞ്ഞ അതിൽ മറഞ്ഞൊരു അന്ത എന്ന് ഇബാറത്തൊടുന്നൊരു ലമീറുണ്ട്, മുസ്തത്തിറ ലമീറുണ്ട്. ആ മുസ്തത്തിറ ലമീറിനെ
മുൻഫസില ദമീർ കൊണ്ടേ ഇബാറത്തിടാൻ സാധിക്കുകയുള്ളൂ. അത് അന്തയാണ്. ഈ അന്ത ഏത് അന്തയും ആവാം എന്നർത്ഥം. ഖസ്ദന്നിലാ തഫ്ലീഇ ഇവിടെ ലാ യുരീദു അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. ബി ഖൗലിഹി അല്ലാഹുവിന്റെ ഖൗല് കൊണ്ട്, വലൗ തറ എന്ന ഖൗല് കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. മുഖാത്തബൻ മുഅയ്യനൻ മുഅയ്യനായ മുഖാത്തബിനെ ലക്ഷ്യം വെച്ചിട്ടില്ല. ഖസ്ദന്നിലാ തഫ്ലീഇ ഹാലിൽ മുജ്രിമീന മുജ്രിമീങ്ങളുടെ അക്രമികളുടെ അവസ്ഥ ഭയാനകമാണ്, പ്രയാസകരമാണ് എന്നതിനെ കരുതിയതിനു വേണ്ടി. ഏതെങ്കിലും ഒരാൾ കണ്ടാലല്ല, ആര് കണ്ടാലും എന്നാണ് അർത്ഥം. ഇവിടെ പ്രത്യേക മുഖാത്തബ് ലക്ഷ്യമല്ല. ഐ തനാഹത്ത് ഹാലുഹും. പിന്നെ ഈ ഒലൗത്തറായിദിൽ മുജ്രിമൂന ലൗ ഹറുഫു ശർത്തിൻ ഫീ മുലിയിൻ വയക്കിൽ ഇലാഉഹാ മുസ്തഖ്ബിലൻ ലാകിൻ ഖുബിൽ. ലൗ ഹർഫു ഷർത്തിൻ ഫീ മുദിയിൻ. ലൗ ഷർത്തിന്റെ ഹർഫാണ് മാലിയിൽ. വയക്കുല്ലി ഇലാഉഹാ മുസ്തഖ്ബിലൻ. മുസ്തഖ്ബിലിനോട് അതിനെ അടുപ്പിക്കൽ ഖലീലാണ്, ലാക്കിൻ ഖുബിലാണ്. പിന്നെ അതിനെ തൊട്ട് താഴെണ്ട് വഇൻ മുലാരി ഉൻതലഹാ സുരിഫ ഇലൽ മുദിയി നഹ്വു ലൗ യഫി കഫാ. മുദാരിയ ഫീലാണ്. ലൗവിനോട് ബേക്കിൽ തൊട്ട് വന്നാൽ, ലൗവിനോട് അടുത്ത് വന്നാൽ ആ മുദാരിയ ഫീലിനെ മാദിയിലേക്ക് തെറ്റിക്കപ്പെടും. നഹ്വു ലൗ യഫി കഫാ എന്ന് പറയും പോലെ. അപ്പോൾ ലൗവിനെ സംബന്ധിച്ചൊരു വലിയ ചർച്ച തന്നെ നഹ്വിലുമുണ്ട്, ഇൽമുൽ മആനിയിലുമുണ്ട്. മുഖ്തസർ 151 പേജ് മുതൽ ഒരു 4-5 പേജ് വരെ ലൗ എന്ന ഈ അദാത്തിനെ കുറിച്ച് സംബന്ധിച്ച് വലിയൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. അവിടെ ഈ ആയത്തും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ 150 മുഖ്തസർ 155 പേജിൽ, അതിന് മുമ്പ് 151 പേജിൽ ഒലൗലി ഷർത്തി ഫിൽ മാളി മഅൽ ഖത്ഇ ബിൻദിഫാഇ ഷർത്തി, അത് തൽഖീസാണ്. ഷർത്തിന്റെ ഇൻദിഫാ കൊണ്ട് ഉറപ്പുള്ളതോടുകൂടെ മാളിയിൽ ഷർത്തിനിക്കാണ് ലൗ എന്ന് പറഞ്ഞതിന്റെ ശേഷം വദഖൂലുഹ അലൽ മുദാരിഇ എന്ന് തുടങ്ങിയിട്ട് ലൗവിനെ സംബന്ധിച്ചൊരു ചർച്ച, വലിയ ചർച്ചയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ലിംതിനാഇ സാനി ലിംതിനാഇൽ അവ്വലി. ഒന്നാമത്തതില്ലാത്തതിനു വേണ്ടി രണ്ടാമത്തതില്ല, അതിനാണ് ലൗവിനെ ഉപയോഗിക്കുന്നത് എന്നും അതിന്റെ ഖിലാഫുകളും ഒരു വലിയ ചർച്ച തന്നെ നടക്കുന്നുണ്ട്. ഈ മുസ്നദ് ഇലൈഹിന്റെ ബാബിൽ തന്നെ മുഖ്തസറിൽ അത് വരാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവിടെ അതല്ല ഉദ്ദേശം. ഐ തനാഹത്ത് ഹാലുഹും, വലൗ തറ നീ കണ്ടാൽ എന്നാണ്. ഇത് ഏതിനെയും ആവാം. ഐ തനാഹത്ത് ഹാലുഹും, അവരുടെ അവസ്ഥ ചെന്നെത്തിയിട്ടുണ്ട്. ഫിൽ ലുഹൂരി പ്രത്യക്ഷത്തിൽ, ലി അഹ്ലിൽ മഹ്ശരി അല്ലെങ്കിൽ ലി അഹ്ലിൽ മഹ്ശരി മഹ്ശറിന്റെ അഹ്ലുകാർക്ക് ചെന്നെത്തിയിട്ടുണ്ട്. ഐസു യംതനിഉ ഖഫാഉഹ, ആ അവസ്ഥ ഖഫിയാവൽ, അത് അവ്യക്തമാവൽ മുംതനിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ടുണ്ട്. ആർക്കും കാണാൻ കഴിയും എന്നാണ്. അതുകൊണ്ടാണ് വലൗ തറ ഏത് നീ കണ്ടാലും അത് ഖഫാ മുംതനിയാണ്, എല്ലാവർക്കും അത് ബോധ്യമായതാണ് എന്നർത്ഥം. ഫലാ യഖ്തസ്സു ബിഹാ, ആ അവസ്ഥ കൊണ്ട് ഖാസല്ല. റുഅയത്തു റാഇൻ, ഒരു കാണുന്നവന്റെ റുഅയത്ത് ഖാസല്ല. ദൂന റാഇൻ, മറ്റൊരു കാണുന്നവനെ കൂടാതെ. വൈദാ കാന കദാലിക, അവരുടെ അവസ്ഥ അങ്ങനെയാകുമ്പോൾ ഫലാ യഖ്തസ്സു ബിഹി ഐ ബി ഹാദൽ ഖിതാബി, വലൗ തറ എന്നതിനുള്ള ഖിതാബ് കൊണ്ട് പ്രത്യേകമാകുകയില്ല. മുഖാത്തബുൻ ദൂന മുഖാത്തബിൻ, ഒരു മുഖാത്തബല്ലാതെ മറ്റൊരു മുഖാത്തബ് അവിടെ ഖാസല്ല. വൽ കുല്ലുമൻ, എല്ലാവരും, വൽ എങ്കിലും കുല്ലുമൻ എല്ലാവരും, എങ്ങനത്തെ എല്ലാവർ, യതഅത്താ മിൻഹു റുഇയത്തു, അവനിൽ നിന്ന് റുഇയത്ത് സാധ്യമാകും, അങ്ങനത്തെ എല്ലാവരും ഫലഹു, ആ കുല്ലുമൻ യതഅത്താ കൊണ്ട് മദ്ഖലുൻ ഫി ഹാദൽ ഖിതാബി, ഈ ഖിതാബിൽ ഒരു പ്രവേശനമുണ്ട്.
അപ്പൊ റുഇയത്തിന് പറ്റിയ എല്ലാവരും ലൗ തറ എന്നതിൽ പെടും. അത് അലാ സബീലിൽ ബദലി, പകരം വരുന്ന നിലക്കാവണം എന്നർത്ഥം, ഒന്നല്ലെങ്കിൽ മറ്റൊരാള്. ഒഫീ ബഅലിൻ നുസഖി, ചില നുസ്ഖകളിലുണ്ട് ഫലാ യഖ്തസ്സു ബിഹി എന്നുള്ളോടത്ത് ഫലാ യഖ്തസ്സു ബിഹ എന്നുണ്ട്. ഫലാ യഖ്തസ്സു ബിഹ. അപ്പോൾ അമീർ ഐ ബി റുഇയത്തി ഹാലിഹിം, അവരുടെ അവസ്ഥയെ കാണലുകൊണ്ട്, റുഇയത്തിലേക്ക് ലമീർ പറഞ്ഞിട്ട് അവർ അവസ്ഥയെ കാണലുകൊണ്ട് ഖാസല്ല മുഖാത്തബുൻ, ഒരു മുഖാത്തബ് ഖാസല്ല. അല്ലെങ്കിൽ ഔ ബി ഹാലിഹിം എന്ന് ഹാലിലേക്ക് ലമീർ മടക്കിയിട്ട് ഹാലിനെ മുദക്കറും മുഅന്നസുമായിട്ട് ഉപയോഗിക്കും. ഔ ബി ഹാലിഹിം, അവരുടെ ഹാല് കൊണ്ട് ഖാസല്ല റുഇയത്തു മുഖാത്തബിൻ, ഒരു മുഖാത്തബിന്റെ കാണല്. അലാ ഹദിഫിൽ മുദാഫി, ഒരു മുദാഫിനെ കളയലിന്റെ മേൽ എടുത്തിട്ടാണ് ഈ പറഞ്ഞത്. ഫലാ യഖ്തസ്സു ബിഹ. അപ്പോ ബിഹാന്റെ ദമീർ ഐ ബി റുഇയത്തി ഹാലിഹിം, രണ്ട് ഹിറ്റിമാലിലേക്കും മടങ്ങുന്നത്. അലാ ഹദിഫിൽ മുദാഫി എന്ന് പറഞ്ഞത്. പിന്നെ ഫലാ യഖ്തസ്സു ബിഹ ഐ ബി റുഇയത്തി ഹാലിഹിം, അവരുടെ ഹാലിനെ കാണലുകൊണ്ട് പ്രത്യേകമല്ല മുഖാത്തബുൻ, ഒരു മുഖാത്തബ് പ്രത്യേകമല്ല. അങ്ങനെയാണ്. പിന്നെ ഫലാ യഖ്തസ്സു ബിഹി മുഖാത്തബുന്ന ഇബാറത്തിൽ തൽഹീസിലുള്ളത്. അത് ബിഹാന്നാകുമ്പോൾ എന്ത് ചെയ്യണം? ഐ ബി റുഇയത്തി ഹാലിഹിം എന്ന് വെക്കണം, മുഖാത്തബുൻ. അപ്പൊ യഖ്തസ്സു ബിഹിന്റെ മുഖാത്തബിന്റെ ഇടയിൽ എന്തൊക്കെ കളഞ്ഞു? ഫലാ യഖ്തസ്സു ബിഹ ഐ ബി റുഇയത്തി ഹാലിഹിം മുഖാത്തബുൻ, അല്ലെങ്കിൽ ഔ ബി ഹാലിഹിം, അവരുടെ ഹാലുകൊണ്ട് റുഇയത്തു മുഖാത്തബിൻ എന്ന് സങ്കല്പിക്കണം അവിടെ. അപ്പൊ റുഇയത്തു മുഖാത്തബിൻ, മുഖാത്തബെന്നുള്ള മത്തില്ല. ഫലാ യഖ്തസ്സു ബിഹി മുഖാത്തബെന്നുള്ളോത്ത് റുഇയത്തു മുഖാത്തബിൻ, അവിടെ മുദാഫിനെ കളഞ്ഞിട്ട് റുഇയത്തു മുഖാത്തബിൻ. ആ മുദാഫ് ഇലൈഹിന്റെ ദമീർ, മുദാഫിന്റെ ദമീർ, മുദാഫിലേക്ക് മുദാഫിന്റെ ദമീർ കൊടുത്തു മുഖാത്തബുൻ. പിന്നെ ഔ ബി റുഇയത്തി ഹാലിഹിം എന്ന് വെക്കുമ്പോൾ എന്തായി? ബി റുഇയത്തി ഹാലിഹിം, ഹാലിഹിം എന്ന റുഇയത്ത് അല്ലെ, ബി റുഇയത്തി ഹാലിഹിം. ബിഹ നോക്കുമ്പോൾ അവരുടെ ഹാലിനെ കാണലുകൊണ്ട് പ്രത്യേകമല്ല. റുഇയത്തിലേക്ക് ലമീർ മടക്കി. റുഇയത്തിലേക്ക് ലമീർ മടക്കുമ്പോൾ അവിടെ എന്താണ്? ഹാലിഹിം എന്ന ഒരു മുദാഫിനെ കളഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പൊ രണ്ട് ഹിറ്റിമാലിലേക്കും മടങ്ങും അലാ ഹദിഫിൽ മുദാഫി എന്ന് പറഞ്ഞത്. അവല് പ്രകാരം അവലിൽ നിന്നാണ് കളഞ്ഞത്. പിന്നെ ഒബിൽ അലമിയത്തി, അലമിയത്തുകൊണ്ട് മഅരിഫയാക്കല് ഐ തഅരീഫുൽ മുസ്നദിലൈഹി, ഐ തഅരീഫുൽ മുസ്നദിലൈഹി, മുസ്നദിലൈഹിനെ മഅരിഫയാക്കലാകുന്നത് ബി ഇറാദിഹി, ആ മുസ്നദിലൈഹിയെ കൊണ്ടുവരലുകൊണ്ട് അലമൻ, അലമായിട്ട് കൊണ്ടുവരലുകൊണ്ട് മഅരിഫയാക്കല്. വഹുവ അലം എന്ന് പറഞ്ഞാൽ മാ വന്നാണ് ഉദിയാന് നിയമിക്കപ്പെട്ടു ലിശൈഇൻ മഅ ജമീഇ മുശഖിസാത്തിഹി, ഒരു ഷൈഇന് വേണ്ടി വദഇ ചെയ്യപ്പെട്ടു മഅ ജമീഇ മുശഖിസാത്തിഹി, ആ ഷൈഇന്റെ മുശഖിസാത്ത്, എല്ലാ മുശഖിസാത്ത് എല്ലാത്തിനോടും കൂടെ, അതിന്റെ എല്ലാ മുശഖിസാത്തുകളോടും കൂടെ, അതിന്റെ എല്ലാ മുശഖിസാത്തും ആ ഷൈഇനെ ഷൈആക്കി തീർക്കുന്ന, വേർതിരിക്കുന്ന ഏതെല്ലാം മുശഖിസാത്തുകളുണ്ടോ ആ എല്ലാ മുശഖിസാത്തോടുകൂടെയും ഒരു ഷൈഇനിക്ക് വദഇ ചെയ്യപ്പെട്ടതാണ് അലമ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ഒരു തിരിയും, ഇന്ന ആളാണ്. ലിഇഹ്ദാരിഹി, അങ്ങനെ അലമിയത്തോണ്ട് മഅരിഫയാക്കുന്നത് ലിഇഹ്ദാരിഹി അയ്യൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിനെ ഹാദിറാക്കാൻ വേണ്ടിയിട്ടാണ്. ബി ഐനിഹി,
ആ മുസ്നദ് ഇലൈഹിന്റെ ഐന് കൊണ്ട് തന്നെ, അതിന്റെ തടി കൊണ്ട് തന്നെ, ഐ ബി ശഖ്സിഹി, അതിന്റെ ആ ശഖ്സ് കൊണ്ട് തന്നെ ഹാദിറാക്കാൻ വേണ്ടിയിട്ടാണ്. ബിഐസ് യകൂനു മുതമയ്യിസൻ, അത് വേറുതിരിയുന്ന നിലക്കാവലുകൊണ്ടാണ്. ജമീഇ മാ അദാഹു, അത് അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും അത് വേറുതിരിയുക. വഹിത്തറസ മുസന്നിഫ് സൂക്ഷിച്ചു ബിഹാദ, ഈ ബി ഐനിഹി എന്ന് പറഞ്ഞതുകൊണ്ട് അൻഹിലാരിഹി മുസന്നദിലെ ഹാദിറാക്കലിനെ തൊട്ട് ബിസ്മി ജിൻസിഹി, ആ മുസന്നദ് ഇലൈഹിന്റെ ജിൻസിന്റെ ഇസ്മ കൊണ്ട് ഹാദിറാക്കലിനെ തൊട്ട് സൂക്ഷിച്ചു. നെഹു റജുലുൻ ആലിമുൻ ജാഅനി, ആലിമായ റജുൽ എന്റെ അടുക്കൽ വന്നു. അവർ റജുൽ അവിടെ മുഅയ്യനല്ല, ഏത് റജുലും, ആലിമായ ഏത് റജുലും അതിൽ ഉൾപ്പെടും. പിന്നെ അപ്പോൾ മുസ്നദ് ഇലൈഹി ഹാദിറാക്കാൻ വേണ്ടിയിട്ടാണ് ബി ഐനിഹി, ആ മുസ്നദ് ഇലൈഹിന്റെ ഐന് കൊണ്ട് തന്നെ സാമിഇന്റെ ദിഹിനിൽ, ഫീ ദിഹിനി സാമിഇ, സാമിഇന്റെ ദിഹിനിൽ ഹാദിറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്തിദാഅൻ, തുടക്കത്തിൽ തന്നെ, ഐ അവ്വല മർറത്തിൻ, ഒന്നാം ഘട്ടത്തിൽ, പറയുമ്പോൾ തന്നെ, ജാഅനി സയ്യിദ് എന്ന് പറയുമ്പോൾ തന്നെ ആ മുസ്നദ് ഇലൈഹി ഇന്ന ആളാണെന്ന് അത് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് അൽമിയത്തുകൊണ്ട് മൈരിഫിയാക്കുന്നത്. അൽമല്ലാത്തത് കൊണ്ട് മൈരിഫിയാക്കുമ്പോൾ, അല്ല, അലമല്ലാത്ത ലമീറുകളെ മുസ്നദ് ഇലൈഹി ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഇബ്തിദാൻ എന്താവൂല, അത് ഹാദിറാവൂല. കുറച്ച് ഒരു അല്പം ഒന്ന് കഴിഞ്ഞതിന് ശേഷമേ അതെന്താവുള്ളൂ, മുഅയ്യനാവുകയുള്ളൂ. വഹിത്തറസ ബിഹി, ഈ ഇബ്തിദാഅൻ എന്നതുകൊണ്ട് സൂക്ഷിച്ചു. രണ്ടാം കൈത്, ഒന്നാം കൈത് ബി ഐനിഹി ആണ്, രണ്ടാം കൈത് ഇബ്തിദാഅൻ. നെഹ്വു ജാഅനി വഹിത്തറസ ബിഹി അന്നഹ്വി ജാഅനി സയ്യിദുൻ വഹുവ റാക്കിബുൻ, എന്റെ അടുക്കൽ സയ്യിദ് വന്നു, വഹുവ സയ്യിദ് റാക്കിബാണ്. ഇവിടെ ജാഅനി സയ്യിദുൻ എന്ന് പറഞ്ഞോടത്തല്ല നമ്മുടെ കണക്കുള്ളത്. അവിടെ സയ്യിദ് മുസ്നദിനെ മൈരിഫാക്കി കൊണ്ടുവന്നു. അത് ബി ഐനിഹി അവ്വല മർറത്തിൽ തന്നെ അത് വ്യക്തമാകും, ഒന്നാം ഘട്ടത്തിൽ തന്നെ മനസ്സിലാകും. വഹുവ റാക്കിബുൻ, വഹുവ സയ്യിദ്, ഇവിടെ മുസ്നദിനെ ലമീറാക്കിയിട്ട്, വൈബത്തിന്റെ ലമീറാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതെന്താണ്, അതിന്റെ മർജിഇന്റെ മേൽ തവക്കുഫാണ്. മർജി ആണ് ഇബ്തിദാഅൻ ഹാദിറാവുന്നത്. ലമീർ കൊണ്ട് മുസ്നദിനെ ഹാദിറാക്കൽ സാനവിയാണ്, മറ്റത് അവലി അല്ല. കാരണം മർജി കൊണ്ട് ഹാദിറാക്കൽ അവലിയും, ലമീറു അത് മർജിയിലേക്ക് മടങ്ങുന്ന ലമീർ കൊണ്ട് മുസ്നദിനെ ഹാദിറാക്കൽ രണ്ടാം ഘട്ടവുമാണ്. അപ്പൊ ഇബ്തിദാഅൻ ഇഹ്ലാറു ഇല്ല. ലമീർ കൊണ്ട് മുസ്നദ് ഇലൈഹിനെ ലമീറാക്കിയിട്ട് മൈരിഫയാക്കുമ്പോൾ ഇബ്തിദാഅൻ ഹുലൂർ ഉണ്ടാവുകയില്ല, ഇഹ്ലാർ ഹാദിറാക്കൽ ഉണ്ടാവുകയില്ല. പിന്നെ ഇബ്തിദാൻ സാമീന്റെ ദിഹിനിൽ ഹാദിറാക്കുക ബിസ്മിൻ മുഖ്തസിം ബിഹി, ഐ ബിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹി കൊണ്ട് ഖാസായൊരു പേരുകൊണ്ട് ഹാദിറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 3 കൈത് പറഞ്ഞു. മുസ്നദ് ഇലൈഹി കൊണ്ട് ഖാസായ ഇസ്മു കൊണ്ട് ഇബ്തിദാൻ സാമീന്റെ ദിഹിനിൽ ഐന് കൊണ്ട് ആ മുസ്നദ് ഇലൈഹിന്റെ ശഖ്സ് കൊണ്ട് തന്നെ ഹാദിറാക്കുക. അപ്പോൾ മുഖ്തസിബിഹിയായ ഇസ്മു എന്ന് പറയുമ്പോൾ തന്നെ ശഖ്സ് കൊണ്ട് ഹുലൂറും ഇബ്തിദാൻ ഹുലൂറും വന്നു. അത് അലമിയത്തിന്റെ മക്കാമിനെ വിവരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതൊക്കെ. ഐ ബിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹി കൊണ്ട് ഖാസായ പേരുകൊണ്ട് ഹാദിറാക്കാൻ വേണ്ടി. ബിഹൈസു ലാ യുത്ലഖു, ആ മുസ്നദ് ഇലൈഹിയെ പറയപ്പെടുകയില്ല. ബിഇത്തിബാരി ഹാദൽ വലഇ, ഈ പ്രത്യേകമായ വലഇനെ പരിഗണിക്കലുകൊണ്ട് അലാ ഗൈരിഹി, ഈ മുസ്നദ് ഇലൈഹി അല്ലാത്തതിന്റെ മേൽ ഉപയോഗിക്കപ്പെടുകയില്ല. ഒരാൾക്ക് സയ്യിദ് എന്ന് പേര് വെച്ചാൽ ആ സയ്യിദ് ഈ സയ്യിദ് തന്നെ ആവുകയുള്ളൂ. മറ്റൊരു സയ്യിദിന് ഈ വലഇ പ്രകാരം പറയുകയില്ല. ഇനിയൊരു വേറൊരാൾക്ക് സയ്യിദ് എന്ന് പേര് വെച്ചാൽ അത് വേറെ ഒരു വലഇ ആണ്. ഈ വലഇ
ഈ മുസമ്മാക്ക് സെയ്ദ് എന്ന് പേര് വെച്ചതുകൊണ്ട് ഈ സെയ്ദ് ഈ മുസമ്മാക്ക് തന്നെ പറയുകയുള്ളൂ. വഹിത്രസബിഹി ഇതുകൊണ്ട് സൂക്ഷിച്ചാൻ ഇഹിദാരിഹി മുസ്ലിദിനെ ഹാജറാക്കലിനെ തൊട്ട് ലമീരിൽ മുത്തക്കല്ലിമിന്റെ ലമീർ കൊണ്ട് ഹാജറാക്കലിനെ തൊട്ട് സൂക്ഷിച്ചു. അത് മുഖ്തസ്ബിഹിയായ ഒരു ഇസ്മല്ല ലമീർ. മുത്തക്കല്ലിമിന്റെ ലമീർ കൊണ്ട് അബിൽ മുഖാത്തബിന്റെ ലമീർ കൊണ്ട് ഹാജറാക്കുക. അനലറബുത്തു സൈദൻ, ഞാൻ സൈദിനെ അടിച്ചു. അപ്പോൾ ഇവിടെ സാമീനിക്ക് അന എന്ന് പറഞ്ഞ തക്കല്ലുമു കൊണ്ടാണ് അവിടെ എന്തായി ഇഹ്ലാറുണ്ടായത്. വന്തലറബുത്ത അമ്രൻ, അവിടെ മുസ്ലിദിന് സാമീന്റെ ദിഹിലിൽ ഹാജറാക്കല് അന അന്ത എന്നത് ഇങ്കാന ഇബ്തിദാൻ തുടക്കത്തിൽ തന്നെ അത് ഉണ്ടെങ്കിലും ഇല്ലാ അന്നഹു ലൈസ ബിസ്മിൻ മുഖ്തസിൻ ബിഹി, മുസ്നിദിലേക്ക് ഖാസായ ഇസ്മു കൊണ്ടല്ല. കാരണം അന എന്നുള്ളത് ഏത് മുത്തക്കല്ലിമിനും വലഇ ചെയ്തതാണ്. അതെങ്ങനെയാണ് നമ്മുടെ ഷാരിഹിന്റെ അഭിപ്രായവും. ഷാരിഹ് റഹ്മത്തുള്ളാഹി അതിന്റെ അഭിപ്രായത്തിൽ എന്താണ്, അത് ഒരു കുല്ലിയായ ഒരു മാനാക്ക് വലഇ ചെയ്തതാണെന്ന ഏത് മുത്തക്കല്ലിമിനും അതിന് ഉപയോഗിക്കപ്പെട്ടതാണ്. അതവിടെ ശറഹ് തഹ്ദീബിൽ വായിലൻ ഇനിത്തഹദ മഅനാഹു ഫമഅ തശഖുസിഹി വലഅൻ അലമുൻ എന്ന് പറഞ്ഞുകൊടുത്ത് ശറഹ് തഹ്ദീബിൽ നോക്കിയാൽ മനസ്സിലാകും. തഹ്ദീബിൽ നമ്മുടെ ഷാരിഹ് വഅയ്ലൻ ഇനിത്തഹദ മഅനാഹു, ആ മുഫ്രദിന്റെ അല്ലെങ്കിൽ ഇസ്മിന്റെ മഅന ഒന്നായാൽ ഫമഅ തശഖുസിഹി വലഅൻ അലമുൻ, അതൊരു ജുസിഇയായ മഅനാക്ക് വെക്കപ്പെട്ടതാവലോടുകൂടെ വലഇൽ വെക്കപ്പെട്ടതാവലോടുകൂടെ അലമുൻ എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ ശർഹ് തഹ്ദീബിൽ നിന്ന് അത് മനസ്സിലാകും. എന്ത്, ഷാരിഹിന്റെ അടുക്കൽ ഒരു കുല്ലിയായ മഅനാക്കാണ് വലഇ ചെയ്തത് ലമീറുകളെയും ഇശാറത്തിന്റെ ഇസ്മിനെയും. അല്ലാത്തവരുടെ അടുക്കൽ മുത്തഅദ്ദിദത്തായ പല ജുസ്ഇയാത്തിന് വലഇ ചെയ്തതാണ്. അപ്പൊ മുത്തകസ്സുറുൽ മഅനയിലാണ് പെടുക. ഏതായാലും ഉപയോഗിക്കും ഇസ്തിമാലിൽ മാത്രമേ അതൊരു മുഅയ്യനാവുകയുള്ളൂ. മുഖ്തസ്ബിഹിയായ ഇസ്മല്ല. അനലറബുത്തു എന്ന് പറഞ്ഞാൽ ഈ മുത്തകല്ലിമു കൊണ്ട് ഖാസല്ല ഈ അന. അന്തലറബുത്ത എന്ന് പറയുമ്പോൾ മുന്നിലുള്ള ഹാദിറായ മുഖാത്തബിന് ഖാസല്ല അന്ത എന്നുള്ളതും. കാരണം അനയും അന്തയും ഒക്കെ അന്ത എന്നുള്ളത് എല്ലാ മുഖാത്തബിനും വലഇ ചെയ്യപ്പെട്ടതാണ്. ഇസ്തിമാലിൽ അത് മുഅയ്യനാകും. അന എന്നുള്ളത് ലിക്കുല്ലി മുത്തക്കല്ലിമിൻ, എല്ലാ മുത്തക്കല്ലിമിനും അതിനെ വലഇ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ഉപയോഗിക്കുമ്പോൾ അവിടെ മുഅയ്യനായി എന്ന് മാത്രം. അപ്പോ ഇശാറത്തിന്റെ സമ പിന്നെ വഹത്രസ്ബിഹാൻ നെഹിദാരിഹി മുസനദിലൈനെ ഹാദിറാക്കലിനെ തൊട്ട് സൂക്ഷിച്ചു. ബിലമീരിൽ മുത്തക്കല്ലിമിന്റെ ലമീർ കൊണ്ട് ഹാദിറാക്കുക. അവിൽ മുഖാത്തബി അല്ലെങ്കിൽ മുഖാത്തബിന്റെ ലമീർ കൊണ്ട് ഹാദിറാക്കലിനെ തൊട്ട് സൂക്ഷിച്ചു. വസ്മിൽ ഇഷാറത്തിൽ ഇസ്മു കൊണ്ട് ഹാദിറാക്കലിനെ തൊട്ടും. കാരണം ഇസ്മുൽ ഇഷാറത്ത് ഹാദാ ലറബ സൈദൻ, ഇവൻ സൈദിനെ അടിച്ചു. ഈ ഹാദാ എന്നുള്ളത് ബിദാലി മുഫ്റദിൻ മുദക്കറിൻ നശ്ർ, ബിദാ ദാ കൊണ്ട് മുഫ്റദ് മുദക്കറിലേക്ക് നീ ഇഷാറത്ത് ചെയ്തോ. അത് ഏതെങ്കിലും ഒരു മുഫ്റദ് മുദക്കർ അല്ലല്ലോ. ബിദാലി മുഫ്റദിൻ മുദക്കറിൻ നശ്ർ ബീദി വദിതി തഅലൽ തഖ്തസിർ, ഏത് മുഫ്റദ് മുദക്കറിനും ഇവിടെ ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു ഇസ്തിമാലിൽ അതൊരു മുഅയ്യനായി. കാരണം ഷാമീന്റെ ദിഹിനിൽ ഇബ്തിദാഅൻ അവിടെ ഹാദാ ലറബ സൈദൻ, ഇവൻ സൈദിനെ അടിച്ചു എന്ന് പറയുമ്പോൾ ഹാദാ എന്ന മുസ്നദിലേഹി ഇബ്തിദാഅൻ ഷാമീന്റെ ദിഹിനിൽ ഹാദിറാകുന്നുണ്ട്. എങ്കിലും ഈ ഹാദാ എന്നുള്ളത് ഈ മുസ്നദിലേഹി കൊണ്ട് മുഖ്തസായ ഇസ്മല്ല. കാരണം ഏത് മുഫ്റദ് മുദക്കറിനും ഹാദാ ഉപയോഗിക്കാം എന്നർത്ഥം. കാരണം ധാ എന്നുള്ളത് എല്ലാ മുഷാർ ഇലൈഹിക്കും വലഇ ചെയ്തതാണ്. എല്ലാ മുഷാർ ഇലൈഹി എന്നത് മുഫ്റദ് മുദക്കറായ എല്ലാ മുഷാർ ഇലൈഹിയും.
അതുപോലെ തന്നെ റാജിയും താനിയും ഒക്കെ അങ്ങനെ വദാനി താനി ലിൽ മുസന്നൽ മുർതഫി എന്നൊക്കെ എന്ന് എല്ലാം അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൽ മൗസൂലി മൗസൂല് കൊണ്ടും ഹാദിറാക്കലിനത്തോട് സൂക്ഷിച്ചു. എന്താ മൗസൂലുൽ അസ്മാ ഇല്ലദി എന്ന് പറഞ്ഞു. മൗസൂലുൽ അസ്മാ ഇല്ലദി എന്ന് ആ ബൈത്തിൽ അത് പൂർത്തിയായിട്ട് നമുക്ക് ചൊല്ലിയാൽ മനസ്സിലാകും. മൗസൂലുൽ അസ്മാ ഇല്ലദിൽ ഉൻസല്ലത്തി, അതാണ് ആദ്യം ചൊല്ലിയപ്പോ അവന് കിട്ടിയില്ല. മൗസൂലുൽ അസ്മാ ഇല്ലദിൽ ഉൻസല്ലത്തി, അവിടെ അല്ലദി അൽ ഉൻസ അല്ലത്തി. അല്ലദി എന്ന് പറഞ്ഞാൽ ഏത് മുഫ്രദ് മുദക്കർ നിൽക്കും, അല്ലത്തി ഏത് മുഫ്രദത്തായ മുഅന്നസും. അപ്പോൾ ഒരു പ്രത്യേകമായ മുഫ്രദ് മുദക്കറിന് അല്ല അല്ലദി ഉദയി ചെയ്തത്. വൽ മുഅറഫ് ബിൽ അബിൽ അഹ്ദി, അഹ്ദിന്റെ ലാമു കൊണ്ട് മഅരിഫ്, അഹ്ദിന്റെ ലാമു കൊണ്ട് മഅരിഫിയാക്കപ്പെട്ടത് കൊണ്ട് ഹാദിറാക്കലിന്റെ തൊട്ടും സൂക്ഷിച്ചു. വൽ ഇദാഫത്തി, ഇദാഫത്ത് കൊണ്ട് ഹാദിറാക്കലിനെ തൊട്ടും സൂക്ഷിച്ചു. മുസ്നദിലിഹിയെ, അതാണ് ഇദാഫത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ജാ ഗുലാമി, എന്റെ ഗുലാമു വന്നു. അത് ഖാരിജിയായ അഹ്ദിയത്ത് അവിടെ ആവശ്യമാണ്. ഇദാഫത്തുള്ളോടത്ത് അഹദിന്റെ ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടോടത്തും ഖാരിജിയായ അഹദിന്റെ ലാമ് വലൈസദ്ദക്കറു കല്ലുൻസ എന്ന് പറഞ്ഞു. അപ്പൊ വലൈസദ്ദക്കറു ആ ആണല്ല, കല്ലുൻസ ആ പെണ്ണിനെ പോലെയല്ല. അത് മുസ്നദ് ഈ സാമീന്റെ ദിഹിനിൽ ഇബ്തിദാൻ ഹാദിറാകുന്നുണ്ട്. പക്ഷേ അദ്ദക്കർ എന്ന അലിഫിലാമ് മുഖ്തസ് മുസ്നദിലുണ്ട്, ഖാസായ ഇസ്മല്ല. കാരണം അഹദിന്റെ ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത് ലികുല്ലി ഫർദിൻ, മൗളൂഉൻ ലികുല്ലി ഫർദിൻ, അത് ഏത് ഫർദിനും വദഇ ചെയ്യപ്പെട്ടതാണ്. ഖാരിജിൽ നിന്ന് അഹദുള്ള ആർക്കും അത് ഉപയോഗിക്കാം, ഒരു മുഖ്തസല്ല എന്നർത്ഥം. വാദിഹിൽ ഖുയൂദു, ഈ കൈദുകളെല്ലാം അതെന്താണ്? ഐന് കൊണ്ട് ഹാദിറാക്കുക, ഇഹ്ലാറുഹു ബി ഐനിഹി, പിന്നെ ഇബ്തിദാഅൻ ആവുക, മുഖ്തസും ബിഹി ആവുക എന്നൊക്കെ പറഞ്ഞു. 3 കൈദ് പറഞ്ഞു. ഈ കൈദുകളൊക്കെ തഹ്ഖീഖി മഖാമിൽ അലമിയത്തി, അലമിയത്തിന്റെ സ്ഥാനം വന്ന് തഹ്ഖീഖാക്കാൻ വേണ്ടിയിട്ടാണ്. അലമായി കൊണ്ടുവരുമ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും എന്നർത്ഥം. വയില്ല, അങ്ങനെയല്ലെങ്കിൽ ഫൽ ഖൈദുൽ അഖീറു ബിസ്മിൻ മുഖ്തസിൻ ബിഹി എന്ന കൈദ് തന്നെ മുഗ്നിൻ അമ്മാ സബക്ക, മുമ്പ് പറഞ്ഞ 2 കൈദിനെ തൊട്ട് ആവശ്യം തീർക്കുന്നതാണ്. വക്കീല ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. വക്കീല പറയപ്പെട്ടു ഇഹ്തറസബി ഖൗലിഹി ഇബ്തിദാഅൻ, ഇബ്തിദാഅൻ എന്ന കൗലുകൊണ്ട് സൂക്ഷിച്ചു. അനിൽ ഇഹ്ലാരി, മുസ്നദിലീന ഹാദിറാക്കലിനെ തൊട്ട് സൂക്ഷിച്ചു. ബിശറത്തിൻ, ഒരു ഷർത്തോടുകൂടെ ഹാദിറാക്കലിനെ തൊട്ട് സൂക്ഷിച്ചു. അതിനു വേണ്ടി പറഞ്ഞതാണ് ഇബ്തിദാഅൻ. ഇബ്തിദാഅൻ ഹാദിറാക്കുക എന്ന് പറഞ്ഞാൽ ഷർത്തില്ലാതെ ഹാദിറാക്കുക, അതിനാണ് ഇബ്തിദാഅൻ എന്ന കൈദ് പറഞ്ഞത്. എന്നല്ലാതെ അലമിയത്തിന്റെ മക്കാമിനെ തഹ്ഖീഖാക്കാനല്ല ഇബ്തിദാഅൻ എന്ന കൈദ് പറഞ്ഞത്. ഒരു ഷർത്തോടുകൂടെ ഹാദിറാക്കലിനെ തൊട്ട് സൂക്ഷിക്കാനാണ്. ഇതുപോലെ കമാഫിൽ ലമീരിൽ ഗായിബി, ഗായിബിന്റെ ലമീരിൽ ഉള്ളതുപോലെ, ഗായിബിന്റെ ലമീരിൽ ഉള്ളതുപോലെ. അതുപോലെ ഇശാറത്തിന്റെ ഇസ്മ്, അവിടെ എന്താണ്? അവിടെയൊക്കെ ഒരു ഷർത്തുണ്ട്. മർജിഇലൈഹിനെ അറിയണം, മർജിഇനെ അറിയണം. അഹദിന്റെ ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത് ഉള്ളതുപോലെ അതിൽ എന്ത് വേണം? ആവശ്യമുണ്ട്, ആദ്യം അറിയൽ ആവശ്യമുണ്ട്. അഹദിയത്ത് ആദ്യമേ അറിഞ്ഞിരിക്കണം. ഹിസ്സിയായ ഇഷാറത്ത്, ഇഷാറത്തിന്റെ ഇസ്മിൽ ഹിസ്സിയായ ഇഷാറത്ത് ഷർത്താണ്. ഇദാഫത്തുകൊണ്ട് മഅരിഫയാക്കപ്പെട്ടോടത്ത് അഹ്ദിയത്ത് ഷർത്താണ്. ഇങ്ങനെ ആദ്യം അറിയൽ ഷർത്താണ്. അലമിൽ ആദ്യം അറിയണ്ടല്ലോ. അപ്പോൾ ഷർത്തോടു കൂടെ ഹാദിറാക്കലിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇബ്തിദാഅൻ എന്ന് പറഞ്ഞത്.
അവിടെ ഇതാ പറയുന്നു ഫൈന്നഹു യുസ്തർതു തഖദ്ദുമു ദിക്രിഹി. അവിടെ മുസ്നദിനെ പറയലും മുന്തൽ ഷർത്താണ്. എവിടെ? വായിബിന്റെ ലമീറിലും അഹദിന്റെ ലാം കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതിലും മുസ്നദിലേഹി ആദ്യം ഒന്ന് പറഞ്ഞിരിക്കണം. വൽ മൗസൂലി മൗസൂലിൽ ഉള്ളതുപോലെ ഫൈന്നഹു യുസ്തർതു വൽ മൗസൂലി കമാ ഫിൽ ലമീരിൽ ഗായിബി വൽ മൗസൂലി. അതെ കിതാബും ശരിക്ക് അതെ കമാഫിൽ മുദമരിൽ ഗായിബി വൽ മൗസൂലി ഫൈന്നഹു യുസ്തർതു മൗസൂലയിലും ഉള്ളതുപോലെ ഫൈന്നഹു യുസ്തർതു തഖദ്ദുമുൽ ഇൽമി ബിസ്സിലത്തി. ശില കൊണ്ട് അറിയൽ മുന്തൽ ഷർത്താണ്. വഫീഹി നളറുൻ. ഈ ഖീലയിൽ നളറുണ്ട്. അന്ന ജമീഅ തുർക്കി തഅരീഫി. തഅരീഫിന്റെ എല്ലാ തരീഖുകളും കദാലിക അങ്ങനെ തന്നെയാണ്. ഒരു ഷർത്തുണ്ട്. ഹത്തൽ അലമ വരെ. ഹത്തൽ അലമ ഫൈന്നഹു മശ്റൂത്തുൻ ബി തഖദ്ദുമിൽ ഇൽമി ബിൽ വദഇ. വദഉള്ള ഇൽമു മുന്തൽ ഷർത്താണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അതായത് ഈ മുസമ്മാക്ക് സെയ്ദ് എന്ന് പേര് വെച്ചു അത് അറിയണമല്ലോ. ഒരു ഷർത്തില്ലാതെ ഹാദിറാക്കാൻ വേണ്ടിയാണ് ഇബ്തിദാൻ എന്ന് പറഞ്ഞതെങ്കിൽ അലമിനും എന്തിന്റെ ഷർത്ത് വേണം. കാരണം ഈ മുസമ്മാക്ക് ഈ ഇസ്മിനെ വദഇ ചെയ്തു എന്ന് അവിടെയും അറിയണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി